ഹലോ എവരി വൺ. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ വിചാരിക്കും, അത് അങ്ങനെ ആവാൻ പാടില്ലായിരുന്നു, ഞാനത് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു, അത് മോശമായിപ്പോയി, മണ്ടത്തരമായിപ്പോയി, ഞാൻ ചെയ്തത് വളരെ തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ഗിൽറ്റി റിഗ്രറ്റൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. ബട്ട് പിന്നീട് നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവുണ്ടാവും, ആ ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിലുണ്ടായ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവം. അപ്പോൾ അങ്ങനത്തെ ഒരു റിയലൈസേഷൻ്റെ കഥ പറയണ പടമാണ് വാഴ. ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലെ എൻ്റെ മൈൻഡിൽ കൂടി ഇങ്ങനെ പോയി. കാരണം ഇതിനകത്തുള്ള നമ്മുടെ ഹീറോ പയ്യൻ്റെ ലൈഫ് വാഴക്കൊല ചുമക്കണ തൊഴിലാളികളുടെ കഥയാണ് ഇതിനകത്ത് പറയണത്. അപ്പോൾ ഇതിനകത്തുള്ള നമ്മുടെ ഹീറോ പയ്യന് ഇഷ്ടമില്ലാത്ത പണിയാണത്. അപ്പോൾ ആ പണിക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മുടെ പയ്യൻ കാണിക്കണ ഒരുപാട് ട്രിക്സും നമ്പറും എക്സ്ക്യൂസൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറേ പരിപാടികൾ ഞാനും ട്യൂഷന് പോവാതിരിക്കാൻ വേണ്ടി, അല്ലാണ്ട് പണിക്ക് പോവാതിരിക്കാനല്ല, സ്കൂളിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ട്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പേടി സ്വപ്നമായിരുന്നു. അപ്പോൾ ആ ട്യൂഷന് പോവാതിരിക്കാൻ വേണ്ടി 19 അടവും ഞാൻ ഈ നമ്മുടെ ഈ ഹീറോ പയ്യൻ കാണിക്കുന്ന പോലെ ഒരുപാട് നമ്പറുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നു. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത ഓരോ കാര്യങ്ങൾ നമ്മുടെ പാരൻസ് പറഞ്ഞ് നമ്മളെ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം എക്സ്ക്യൂസും എന്തെല്ലാം പരിപാടികളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബട്ട് അതെല്ലാം നമ്മളുടെ നല്ലതിന് വേണ്ടിയാന്നുള്ള റിയലൈസേഷൻ നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവില്ല. പിന്നീടാണ് നമുക്കത് മനസ്സിലാവണം ആ കാര്യം. ആ ഒരു സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ വില്ലന്മാരായിരിക്കും നമ്മുടെ പാരൻസ്. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിരുന്നുണ്ടോ ലൈഫിൽ എന്തെങ്കിലും? അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശത്ത് ഈ വാഴ ചുമട്ട് തൊഴിലാളികളുടെ കഥ പറയുന്നൊരു പടമാണ്. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആൻഡ് നാച്ചുറൽ പടം. കാരണം ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ അവരെ കുടുംബം പട്ടിണിയാണ്, അവർക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല. വിശപ്പിൻ്റെയൊക്കെ ഒരു വിലയും ഭക്ഷണത്തിൻ്റെ വിലയും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇന്ന് നമുക്ക് ചോയ്സാണ്, ഇത് വേണ്ട, അത് വേണ്ട, മറ്റേത് വേണ്ട, മറിച്ചത് വേണ്ട എന്നൊക്കെ. ബട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി, എന്തെങ്കിലും തിന്നാൽ മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്കൊരു തിരിച്ചറിവാണ്. അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും എന്നാൽ അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മുതലാളിമാരും അവരുടെ ഇടയിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളും കുറേ ദുഃഖങ്ങളും ചെറിയ ചെറിയ പ്രണയങ്ങളും റിലേഷൻഷിപ്പിൻ്റെയൊക്കെ ഡെപ്തും ഇമ്പാക്റ്റൊക്കെ പറയുന്നൊരു ചെറിയ സിമ്പിൾ കഥ. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഹീറോ പയ്യൻ, എൻ്റെ പൊന്നു മോനെ, നീ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയത്. അത്രയും നന്നായിട്ട് അടിപൊളിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരനും ശേഖർ, ആ പയ്യനും അതെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ, അവൻ്റെ ചേച്ചി, പിന്നെ ടീച്ചറായിട്ട് വന്നത് നിഖിലാണ്. അതൊരു വേറെ കഥ. അതും അതെ എനിക്ക് റിലേറ്റബിളായിട്ട് തോന്നി. കാരണം എൻ്റെ ചെറുപ്പത്തിലും നമുക്കത് എന്താണെന്ന് പറയാൻ പറ്റില്ല. അത് ആ ഒരു പ്രായത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം അല്ല. ഈവൻ എന്നാൽ പോലും ചില ടീച്ചർമാരുടെ അടുത്ത് നമുക്ക് ചെറിയൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാവും. അതിൻ്റെ എന്താണ് റീസൺ, ആരാധന, അട്രാക്ഷന, എന്ത് കുന്തോന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഹീറോ പയ്യനും തോന്നുന്നു നിഖില ടീച്ചറായിട്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ റിലേറ്റബിളായിട്ട് തോന്നി എന്നെ സംബന്ധിച്ച് പേഴ്സണലി. നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാതിരിക്കില്ല, അത് വേറെ വിഷയം. പറയാൻ മടിയാണെങ്കിൽ കമൻറ്റ് ചെയ്തോ, കുഴപ്പമില്ല. പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ അങ്ങനത്തെ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് എനിക്കും ചെറുപ്പം മുതലേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് അവർ എൻ്റെ ഒപ്പം. നമ്മുടെ ഏത് തല്ലുപൊളിക്കും നല്ലതിനും ചീത്തതിനൊക്കെ കൂട്ടുവെക്കുന്ന ഒരു ചങ്ക് ബഡീസ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ടീമുകൾ. ഒരു ഫസ്റ്റ് ഹാഫൊക്കെ ഇത്തിരി സ്ലോ ആണ്, ബട്ട് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടാണ് പടം ശരിക്ക് മാറ്ററിലോട്ട് വന്നത്. അത് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ എൻ്റെ പൊന്നെ, ഇമോഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ ഇങ്ങനെ കുലുക്കുന്ന രീതിയിലാണ്, ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന രീതിയിലാണ് ഓരോരുത്തരുടെ പെർഫോമൻസും ഓരോ പരിപാടികളും കാണിച്ചേക്കണത്. അത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള പടമാണ്. നമ്മുടെ ഡയറക്ടറാണ് എൻ്റെ റിലേഷനിൽ ആർക്കോ സംഭവിച്ച ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. ഇത് തുടക്കത്തിൽ പറയുന്നുണ്ട് ഡയറക്ടറിൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് സിനിമയിൽ ആ പുള്ളിക്ക് ഇത്രത്തോളം നമുക്കത് ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ പുള്ളി അനുഭവിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ സമ്മതിക്കണം. എന്തായാലും കുറച്ച് ടൈം മാറ്റി വെച്ച് കുറച്ച് പേഷ്യൻസൊക്കെ വെച്ചിട്ട് പടം കാണുക. എന്തായാലും അവസാനം പടം കണ്ടു തീർക്കുമ്പോൾ അത് വർത്തായിരിക്കും, ഉറപ്പാണ്. സിനിമയിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് പോയിട്ട് ഇടക്ക്. അപ്പോൾ ഇടക്കൊക്കെ തന്നെ സഞ്ചരിക്കണം നല്ലതാണ്. വന്ന വഴിയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണത് നല്ല പരിപാടികളാണ്. അപ്പോഴാണ് നമ്മൾ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കണമെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ മ്യൂസിക് സന്തോഷ് നാരായണൻ, നല്ല അറ്റ്മോസ്ഫിയറിനും സിറ്റുവേഷനൊക്കെ പറ്റിയ പാട്ടുകളും BGM ഒക്കെ ഉണ്ട്. പൊളിയാണ്, പൊളി വർക്ക്.
അപ്പോൾ എല്ലാവരും പോയി കാണാം. എപ്പോഴും നമ്മൾ ഈ സൂപ്പർ ഹീറോവും ഈ സസ്പെൻസും ത്രില്ലറും വെട്ടും കുത്തും മാത്രമല്ല, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പടങ്ങൾ നമ്മൾ കാണണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നല്ല ക്രാഫ്റ്റ് വരുള്ളൂ, നല്ല ക്രിയേറ്റിവിറ്റി പുറത്തോട്ട് വരുള്ളൂ. ആൾക്കാർക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ കാണാത്തവർ പോയി കാണുക, കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഡിബേറ്റ് പടമായിട്ട് വരാം. ടിൽ ദെൻ ബൈ.